നിങ്ങളുടെ ഒരു കടുത്ത ശത്രുവിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിനേക്കാളും നിങ്ങളുടെ ഉള്ളിലെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം. ഇത് ബുദ്ധന്റെ വാക്കുകളാണ്. നമുക്ക് കഥയിലോട്ട് പോകാം. ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അവന്റെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സായിരുന്നു അവൻ്റേത്. അതിനാൽ എല്ലാ ദിവസവും പുറത്തുപോയി ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും. അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അവന്റെ ജീവിതം കഴിഞ്ഞു പോയത്. ഒരു ദിവസം ഒരു പണിയും കിട്ടാതെ വളരെ നിരാശനായി അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. എനിക്കിവിടെ ഏതെങ്കിലും ഒരു തൊഴിലാളിയെ കിട്ടുമോ? അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ 3 സഞ്ചികളുമായി നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, അതെ, ഞാനൊരു തൊഴിലാളിയാണ്. വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്നും കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തണം. എനിക്കു 2 സഞ്ചികൾ സ്വയം ചുമക്കാൻ കഴിയും. എന്നാൽ 3ാമത്തേത് വളരെ ഭാരമുള്ളതാണ്. നിനക്കത് ചുമക്കാമോ? കൂലിയായി നിനക്ക് 3 സ്വർണ്ണ നാണയം തരാം. അവനത് സമ്മതിച്ചു. എന്നിട്ട് ആ സഞ്ചിയെടുത്ത് നടക്കാൻ തുടങ്ങി. അവന് വളരെ ഭാരം അനുഭവപ്പെട്ടു. അവൻ വൃദ്ധനോട് പറഞ്ഞു, ഇത് വളരെ ഭാരമുള്ളതാണല്ലോ, എന്താണിതിൽ? വൃദ്ധൻ പറഞ്ഞു, അതിൽ മുഴുവൻ വെങ്കല നാണയങ്ങളാണ്. ഭാരം കൂടിയിട്ടും ആ യുവാവ് വൃദ്ധനോടൊപ്പം നടക്കാൻ തുടങ്ങി. നടക്കുന്ന സമയത്ത് ആ വൃദ്ധൻ അവനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഈ സെഞ്ചിയും എടുത്തുകൊണ്ട് കടന്നുകളയുമെന്ന് ആ വൃദ്ധൻ കരുതുന്നുണ്ട്. മോഷണം, സത്യസന്ധതയില്ലായ്മ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങൾക്ക് വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും വഞ്ചിക്കാനും പോകുന്നില്ല. ന്യായമായി സമ്പാദിക്കുന്നതിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു നദിയുടെ അടുത്തെത്തി. യുവാവ് നദി മുറിച്ചു കടക്കാൻ വെള്ളത്തിലിറങ്ങി. എന്നാൽ വൃദ്ധൻ നദിക്കരയിൽ തന്നെ നിന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ വയസ്സായി. ഈ നദിയിലൂടെ എനിക്ക് 2 സഞ്ചികൾ കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ ചിലപ്പോൾ നദിയിൽ മുങ്ങിപ്പോയെന്നും വരാം. നിനക്കൊരു സഞ്ചി കൂടി എടുക്കാമോ? കൂലിയെക്കുറിച്ച് വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ 3 സ്വർണ്ണ നാണയം കൂടി തരാം. അവനത് സമ്മതിച്ചു. അവൻ ആ സഞ്ചി എടുക്കാൻ പോയപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വസിക്കാമോ? നീ ഇതും കൊണ്ട് ഓടിപ്പോകുമോ? യുവാവ് ചോദിച്ചു, ഞാൻ എന്തിനാണ് ഓടിപ്പോകുന്നത്? വൃദ്ധൻ പറഞ്ഞു, ഈ കാലത്ത് നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഈ സഞ്ചിയിൽ നിറയെ വെള്ളി നാണയങ്ങളാണ്. യുവാവ് പ്രതികരിച്ചു, ഞാനൊരു കള്ളനോ പിടിച്ചുപറിക്കാരനോ അല്ല. താങ്കൾ വിഷമിക്കേണ്ട, സഞ്ചി തരൂ, ഞാൻ ചുമന്നോളാം. അവൻ 2ാമത്തെ സഞ്ചിയുമെടുത്ത് നദി മുറിച്ചു കടന്നു. കുറച്ചു നേരം കൂടി നടന്നപ്പോൾ അവർ ഒരു കുന്നിനടുത്തെത്തി. യുവാവ് കുന്നിന് മുകളിൽ കയറാൻ തുടങ്ങി. പക്ഷേ വൃദ്ധൻ അവിടെ എത്തി നിന്നു. ഇതു കണ്ട യുവാവ് അദ്ദേഹത്തെ വിളിച്ചു, വരൂ, എന്തിനാ അവിടെ നിൽക്കുന്നത്? വൃദ്ധൻ പറഞ്ഞു, പ്രായമായതിനാൽ എനിക്കധികം നടക്കാൻ കഴിയില്ല. ഈ സഞ്ചിയുമായി കുന്നുകയറുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞതാണ്. യുവാവ് പറഞ്ഞു, ശരി, ആ സഞ്ചി തരൂ, അത് ഞാൻ ചുമന്നോളാം. വൃദ്ധൻ അല്പം മടിയോടെ പറഞ്ഞു, ഇതിൽ മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണ്. യുവാവ് അല്പം ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അത്തരത്തിലുള്ള ആളല്ലെന്ന് താങ്കളോട് പറഞ്ഞതാണ്. ഞാൻ വളരെ സത്യസന്ധതയോടെ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ്. ഇതിനു മുമ്പ് എനിക്കൊരു പണമിടപാടുകാരൻ്റെ കീഴിൽ കണക്കെഴുത്ത് ജോലിയായിരുന്നു. കള്ളക്കണക്കുകൾ ഉണ്ടാക്കി ആളുകളെ കബളിപ്പിക്കാൻ അയാൾ എന്നെ നിർബന്ധിതനാക്കി. അതെന്നെ വളരെയധികം സമ്മർദ്ദത്തിലാക്കി. അതിനാൽ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു വന്നു. വൃദ്ധൻ അപ്പോഴും അവൻ്റെ മേൽ ചെറിയ സംശയമുണ്ടായിരുന്നു. വൃദ്ധൻ പറഞ്ഞു, നീ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വരൂ, ഈ സ്വർണ്ണ നാണയങ്ങളുള്ള സഞ്ചി എടുക്കൂ. എനിക്കു തീരെ നടക്കാൻ വയ്യ. ഈ കുന്നിനപ്പുറമാണ് എൻ്റെ വീട്. നീ എൻ്റെ വീട്ടിൽ അല്പനേരം വിശ്രമിച്ച ശേഷം പോയാൽ മതി. ഞാൻ പതിയെ വന്നോളാം. നീ ഈ കുന്നിനപ്പുറം ചെന്ന് നിൽക്കൂ. യുവാവ് ആ കുന്നു കയറാൻ തുടങ്ങി. അവൻ കുന്നിൻ്റെ മറുവശത്തെത്തി. ആ വൃദ്ധനെ കാത്തിരിക്കാൻ തുടങ്ങി. ആ സമയം അവനൊന്ന് ചിന്തിച്ചു, ഈ 3 സഞ്ചിയുമായി ഞാൻ കടന്നുകളഞ്ഞാൽ ആ വൃദ്ധൻ എന്നെ പിടിക്കാൻ കഴിയില്ല. ഞാൻ എന്നേക്കുമായി ധനികനാകും. അയാൾ വളരെ വയസ്സനാണ്. ഇത്രയും പണം കൊണ്ട് അയാൾ എന്തു ചെയ്യാനാണ്? അയാൾക്ക് നടക്കാനുള്ള ജീവൻ പോലുമില്ല. പക്ഷേ ഞാൻ ചെറുപ്പമാണ്. ഇതു കിട്ടിയാൽ ഞാൻ സമ്പന്നനാകും. അപ്പോഴെനിക്ക് സുന്ദരിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കാം. എൻ്റെ ജീവിതം എളുപ്പമാകും. പണം കൊണ്ട് എനിക്ക് ബഹുമാനവും ആഡംബരവും സുഖവും ലഭിക്കും. അത്യാഗ്രഹത്താൽ അവൻ ആ 3 സഞ്ചികളുമായി ശ്വാസമടക്കി ഓടാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൻ തൻ്റെ വീട്ടിലെത്തി. ആ സഞ്ചികൾ തുറന്നു. അത് അവന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അതിൽ സ്വർണമോ വെള്ളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സഞ്ചി നിറയെ ചെറിയ ചെറിയ കല്ലുകൾ മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് വൃദ്ധൻ തന്നോട് കള്ളം പറഞ്ഞത്? എന്തിനായിരുന്നു ഇത്തരമൊരു നാടകം? അവൻ ചിന്തിച്ചു. സഞ്ചിക്കുള്ളിൽ ഒരു കടലാസു കഷണം അവൻ ശ്രദ്ധിച്ചു. അവൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്. എനിക്കിനി അധികം ആയുസ്സില്ല. വളരെയധികം വയസ്സായി. അതിനാൽ എൻ്റെ മകനായും ഒരു പിൻഗാമിയായും ദത്തെടുക്കാൻ സത്യസന്ധനായ ഒരാളെ ഞാൻ തിരയുകയാണ്. നീ ഓടിപ്പോയില്ലെങ്കിൽ നിനക്ക് ആ വ്യക്തിയാകാമായിരുന്നു. ഇത് വായിച്ച യുവാവ് ഖേദവും പശ്ചാത്താപവും കൊണ്ട് തകർന്നു. ജീവിതകാലം മുഴുവൻ അവൻ സത്യസന്ധനായിരുന്നു. വൃദ്ധനെ വഞ്ചിക്കാൻ അവൻ ഉദ്ദേശമില്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ ചെറിയ രീതിയിൽ വന്ന ചിന്തകൾ അവഗണിച്ചിരുന്നെങ്കിൽ അവനിന്ന് രാജാവിൻ്റെ പിൻഗാമിയാകാമായിരുന്നു.
എന്നാൽ ആ ചിന്തകളിലേക്ക് ഒരു നിമിഷം കടന്നുപോയതിനാൽ അവനെ ഒരു തീരുമാനത്തിലെത്തിച്ചു. അത് അവന്റെ മൂല്യങ്ങളെ വഞ്ചിക്കുകയും അവന് ഇനി ഒരിക്കലും ലഭിക്കാത്തൊരു അവസരത്തിന് കാരണമാവുകയും ചെയ്തു. ആ സമയത്ത് മനസ്സിൽ വന്ന ചിന്ത നിർത്തിയിരുന്നെങ്കിൽ. പക്ഷേ അവൻ ആ ചിന്ത തുടർന്നു. ചിന്തകളുടെ ശൃംഖല കൂടുതൽ പുരോഗമിച്ചു. ഒടുവിൽ അത്യാഗ്രഹം അവന്റെ മനസ്സിനെ കീഴടക്കി. അത് 3 സഞ്ചികളും എടുത്ത് ഓടാൻ അവനെ പ്രേരിപ്പിച്ചു. ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ജീവിതത്തെ എത്ര വേഗത്തിൽ മാറ്റിമറിക്കുമെന്ന് ഇത് കാണിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു കടുത്ത ശത്രുവിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിനേക്കാളും നിങ്ങളുടെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം. ബുദ്ധന്റെ അഭിപ്രായത്തിൽ ഓരോ പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഒരു ചിന്തയിൽ നിന്നാണ്. നമ്മുടെ ചിന്തകൾ വാക്കുകളായി മാറുന്നു, നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു, നമ്മുടെ പ്രവൃത്തികൾ ശീലങ്ങളായി മാറുന്നു, നമ്മുടെ ആ ശീലങ്ങൾ നമ്മുടെ വിധി നിർണ്ണയിക്കുന്നു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. പല തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഒന്നോർക്കുക, മുഴുവൻ നേരവും പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നാൽ അതു നിങ്ങൾക്ക് പരിഹാരം തരുമോ? ഇല്ല, അത് നിങ്ങളുടെ മറ്റു പ്രവൃത്തികളെ കൂടി തടസ്സപ്പെടുത്തും. അതിനാൽ ജീവിതത്തിൻ്റെ സങ്കീർണമായ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ വിധിയിലേക്ക് വളരാൻ കഴിയുന്ന വിത്തുകൾ പോലെയാണ്. അതിനെ ബുദ്ധിപൂർവ്വം വളർത്തിയെടുക്കുന്നതിലൂടെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ശോഭനമായ ഭാവി നമുക്ക് ഉറപ്പാക്കാൻ കഴിയും.